12 ശിഷ്യരിൽ ഓടി മാറാതെ ഈശോയുടെ അവസാന വാക്കുകൾ വരെ കേൾക്കാൻ തീഷ്ണത കാണിച്ചത് വിശുദ്ധ യോഹന്നാൻ മാത്രമാണ്. പാറയായി എണ്ണപ്പെട്ട പത്രോസ്ലീഹ പോലും പതറിപ്പോയി. അതിനൊരു സമ്മാനം വിശുദ്ധ യോഹന്നാനിൽ ലഭിച്ചു, പരിശുദ്ധ അമ്മയെ. പെസഹ തിരുനാളിൻ്റെ സന്ദേശം കരകളഞ്ഞ സ്നേഹവും എളിമ നിറഞ്ഞ സേവനവും തന്നെയാണ്. അൾത്താരയിൽ വെച്ച് മറ്റുള്ളവരുടെ കാല് കഴുകിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈശോയോടൊപ്പം ദിവസവും നിങ്ങൾക്കായി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം എന്ന് പറയുവാൻ കൂടി കഴിയണം. അതിന് സഹനങ്ങളുടെ കുരിശിൽ കയറാൻ തയ്യാറാകേണ്ടി വരും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു കൊച്ചുമുറിയിൽ കേട്ട സ്വരം എത്ര പേർ ആവർത്തിക്കുന്നു? സാമ്രാജ്യങ്ങൾ കൊഴിഞ്ഞു വീണിട്ടും ഒരു ദിവസം പോലും നിശബ്ദമാക്കപ്പെടാതെ നഗരത്തിലും ഗ്രാമത്തിലും ആവർത്തിക്കപ്പെടുന്ന സ്വരം, നിങ്ങൾക്കായി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം. ഇതൊരു അത്ഭുതമല്ലേ? ഇത് പരിശുദ്ധ ബാബ പറയുമ്പോഴും ഇന്നലെ പട്ടമേറ്റ കൊച്ചച്ചൻ പറയുമ്പോഴും ഒരേ തൂക്കം. എന്നുവെച്ചാൽ ഈ വാക്കുകൾ ഏറ്റുപറയുന്ന മനുഷ്യൻ്റെ യോഗ്യതയോ സ്ഥാനമോ അല്ല കുർബാനയുടെ മൂല്യം നിശ്ചയിക്കുന്നത്. അത് ആദ്യം ഉരുവിട്ടവൻ്റെ യോഗ്യത മാത്രം. ഞങ്ങളുടെ ഇടയിൽ വിരലിൽ എണ്ണാവുന്നവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട്, ചിലയിടങ്ങളിൽ പതിനായിരങ്ങളുടെ മധ്യത്തിലും. ഇവിടെ പങ്കെടുക്കുന്നവരുടെ എണ്ണമല്ല കുർബാനയുടെ വലുപ്പം കൂട്ടുന്നത്. രണ്ടിടങ്ങളിലും വിശുദ്ധ ബലിയുടെ കനം ഒന്ന് തന്നെ. ഇതും ഒരു അത്ഭുതം. ഈശോ ഊട്ടുമേശയിൽ പറഞ്ഞത് കുരിശിൽ തൂങ്ങിയപ്പോഴും പറഞ്ഞു. അതാണ് ഇതിന് കനം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് തന്നെ പീഡിപ്പിക്കുന്നവരോട് പോലും ക്ഷമിക്കുവാൻ കഴിഞ്ഞത്. അൾത്താരയ്ക്കരികിൽ വെച്ച് ഈശോയുടെ വാക്കുകൾ ദിവസം ഏറ്റുപറഞ്ഞിട്ടും ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ തൂങ്ങപ്പെടുമ്പോൾ നാം മൂകരാകുന്നു. ഇതാണ് ഈശോയുടെ ബലിയെയും നമ്മുടെ ബലിയെയും വ്യത്യസ്തമാക്കുന്നത്. ഈ വർഷം ഈസ്റ്റർ കുർബാനയ്ക്ക് ഞങ്ങളുടെ ഇടവകയിലെ ഒരു പള്ളിയിൽ സഹായിക്കാനായി 260 കിലോമീറ്റർ അകലെയുള്ള ബിഷപ്പ് ഹൗസിൽ നിന്നും എത്തിയത് ഞങ്ങളുടെ ബിഷപ്പ് ഫാബിയൻ പിതാവ് തന്നെയാണ്. അദ്ദേഹത്തിന് അതൊരു കുരിശായിരിക്കാം. അതുകൊണ്ടുണ്ടായ ഒരു ഗുണം, അവിടെ മാമോദീസയ്ക്ക് എത്തിയ ചില മുതിർന്നവർക്ക് വിശുദ്ധ കുർബാനയും സ്ഥൈര്യലേപനവും കൂടി സ്വീകരിക്കുവാൻ അവസരം ലഭിച്ചു. ഞങ്ങളുടെ ഇടവകയിൽ ഈസ്റ്റർ നാളുകളിൽ പല പള്ളികളിലായി മാമോദീസ സ്വീകരിക്കുന്ന വലിയവരുടെ എണ്ണം 53 ആണ്. ഈശോയുടെ ക്ഷണം സ്വീകരിച്ച് മുറിക്കപ്പെടുന്ന ശരീരം കൊതിച്ചെത്തുന്നവരുടെ നിരക്ക് നീളം കൂടി വരുന്നു. യോഗ്യത നോക്കാതെ ഓരോരുത്തരെയും വിരുന്നിൽ വിളിക്കുന്ന ഈശോയുടെ ക്ഷണം അവിടുത്തെ ഊട്ടുമേശയ്ക്ക് ചുറ്റും നിന്ന് കേൾക്കുമ്പോൾ നാം ഓർക്കണം, ഇത് ബലിയർപ്പകൻ മാത്രം അനുവർത്തിക്കേണ്ട ക്ഷണമല്ല, മറിച്ച് അതിൽ പങ്കെടുക്കുന്ന നാം ഓരോരുത്തരും വ്യക്തിപരമായി മറ്റുള്ളവരോട് ഉരുവിടേണ്ട തിരുവചനമാണ്. നിങ്ങൾക്കായി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം വന്ന് വാങ്ങി ഭക്ഷിക്കുക. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.